ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണെങ്കിലും ഞാൻ പറയുകയാണ്. നമ്മൾ ഈ നാളുകളിൽ ഇത്തരം കാര്യങ്ങൾ അനേകരിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ വെളിപാട് പുസ്തകത്തിൻ്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ എൻകൗണ്ടർ ബൈബിൾ ആപ്പിലുണ്ട്. അത് ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾക്ക് യൂട്യൂബ് ചാനലിലും ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് ഷെയർ ചെയ്യണം. അതിന് പറയാൻ കാരണം, വെളിപാട് പുസ്തക പഠനം അനേകരുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ തലത്തെ അപ്ഡേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോലാണ്. വെളിപാട് പഠനം കഴിയുമ്പോൾ ആത്മാവിൻ്റെ അപ്ഗ്രേഡ് നടക്കും. അതുകൊണ്ട് അതൊരു ആ പുസ്തകം പഠിക്കുന്നത് വലിയൊരു അനുഗ്രഹം. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം ആളുകളെ അത്തരം പഠനങ്ങൾ, ബൈബിൾ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. മറ്റു പ്രഭാഷണങ്ങളൊന്നും ഇപ്പോൾ കേട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ നിർബന്ധം പറയില്ല. പക്ഷേ ബൈബിൾ ടീച്ചിങ്ങുകൾ പഠിക്കണം. അടിസ്ഥാനപരമായ ഏറ്റവും എലമെൻ്ററി ബേസിക്കായ കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത തലങ്ങളിലേക്ക് പോകാൻ. ഏറ്റവും സിമ്പിളായ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ അതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ലൈക്ക്, അതായത് ഒരു ചാനൽ, നിങ്ങളൊരു വീഡിയോ കാണുകയാണെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യണം? ലൈക്ക് ബട്ടൺ. അത് എന്തിനാന്ന് വെച്ചാൽ യൂട്യൂബിന് ഒരു അൽഗോരിതം ഉണ്ട്. അതായത് കൂടുതൽ പേര് ലൈക്ക് ചെയ്താൽ യൂട്യൂബ് ആ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു അക്രൈസ്തവൻ, അയാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും, അയാൾ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നില്ലെങ്കിലും, ഈ ലൈക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ യൂട്യൂബ് ആ വീഡിയോ പല ഇടങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇത് ചിലപ്പോൾ യേശുവിനെ അറിയാത്ത ഒരാൾ ചിലപ്പോൾ ഇത് കാണാൻ ഇടയാവും. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ചുമ്മാ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഏത് വീഡിയോ നിങ്ങൾ കണ്ടാലും എന്ത് ചെയ്യണം? അപ്പം തന്നെ അത് ലൈക്ക് ചെയ്തേക്കണം. നാണം വരുന്നതൊക്കെ പറയാൻ. അത് ചെയ്യണം. ഇനിയും പിന്നെ കൂടുതൽ ചെയ്യണം. കാരണം ഇതൊക്കെ ഇപ്പോൾ പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയുകൊണ്ട് ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വെളിപാടൊക്കെ പഠിക്കുമ്പോൾ അപ്പം തന്നെ. പിന്നെ കമൻറ്റ് ചെയ്യണം. ചീത്തവിളിയല്ല, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. ഈ ലൈക്കും കമൻറ്റും കൂടുതൽ വരുമ്പോൾ യൂട്യൂബ് ആ വീഡിയോകളെ പ്രൊമോട്ട് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീസസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ ഒരു യൂത്തിൻ്റെ ശുശ്രൂഷയിൽ മധ്യസ്ഥ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യത്തേ ഉള്ളൂ. അനേകം പേര് എല്ലാ ആഴ്ചയിലും സാക്ഷ്യം പറയും. കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടു ഈ ആഴ്ച നടന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ആത്മീയ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ്, ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് ജീസസ് എൻകൗണ്ടറിൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് തന്ന ഒരു വെളിപ്പെടുത്തലാണത്. ഈ സൂമിൻ്റെ ചാറ്റ് ബോക്സും യൂട്യൂബിൻ്റെ ജീസസ് എൻകൗണ്ടറിൻ്റെ കമൻറ്റ് ബോക്സും എൻ്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. എൻ്റെ ഹൃദയമാണ്. അതിനകത്ത് ഒരെണ്ണം എഴുതിയിട്ടാൽ അതെൻ്റെ ഹൃദയത്തിലാണ് എഴുതിയിടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരം വരുന്നൊരു കാര്യം കൂടാണത്. എന്താ? നിങ്ങൾക്കൊരു പ്രാർത്ഥനാ നിയോഗം ഉണ്ടെങ്കിൽ അവിടെ അത് എഴുതിയിട്ടേക്ക്. രണ്ട് രീതിയിലാണ്. ഒന്നത്, കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് അത് പോകും. രണ്ട്, ഇത് വായിക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.